എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സദ്യയുടെ ഒക്കെ ഒപ്പം വിളമ്പുന്ന നല്ല അടിപൊളി പാലട പായസമാണ് കേട്ടോ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ പാലട പായസം ഉണ്ടാക്കുമ്പോൾ മിക്കവർക്കുള്ള ഒരു പ്രോബ്ലം ആണ് അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് കളറും അതുപോലെ തന്നെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റും കിട്ടുന്നില്ല എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഫുള്ളായിട്ട് കാണാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റുള്ള അടിപൊളി പിങ്ക് പാലട പായസം തയ്യാറാക്കാവേ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മളപ്പോൾ നമ്മുടെ പായസം ഉണ്ടാക്കി എടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള അട എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വൈറ്റ് അടയാണ് കേട്ടോ എടുത്തേക്കുന്നത്, മട്ട അടയെല്ലാം എടുത്തേക്കുന്നത്. നമ്മൾ വൈറ്റ് അട തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ നല്ല പിങ്ക് പാലട ഉണ്ടാക്കി എടുക്കാൻ നമുക്ക് കാണാം കേട്ടോ. ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ വൈറ്റ് അടയാണ് ഇത്. നമുക്ക് 2 ലിറ്റർ വെള്ളം നമ്മൾ തിളയ്ക്കാനായിട്ട് വെച്ച്, ആ വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന അട ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 200 ഗ്രാം അടയാണ് കേട്ടോ എടുത്തേക്കുന്നത്. 200 ഗ്രാം അടയ്ക്കാണ് നമ്മൾ 2 ലിറ്റർ വെള്ളം എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിനൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് ഇതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ അട നമ്മൾ ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കഴിയുമ്പോൾ നമുക്ക് എടുത്തിട്ട് ജസ്റ്റ് അതിനൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അത് വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ അട നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഈ വെള്ളം മാറ്റിയിട്ട് വേറെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം. അട തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ കഴുകിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് അടനെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാവേ. അപ്പോൾ നമ്മുടെ അട നമ്മൾ നല്ലപോലെ ഒന്ന് കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ റെഡിയാക്കി എടുക്കാനായിട്ടുള്ള ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇത് നമ്മൾ ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമുക്കത് കാരമലൈസ് ചെയ്തെടുക്കാവേ. ഇതിന് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് കാരമലൈസ് ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം തന്നെ തീ കൂട്ടി വെക്കരുത്. നമുക്ക് ചെറിയ തീയിൽ വെച്ചതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ കാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. സൂക്ഷിച്ച് പതുക്കെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് കുറച്ച് കട്ടി പോലെ വരും. അത് കുഴപ്പമില്ല, നമുക്ക് ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേക്കും അത് മെൽറ്റായി വന്നോളൂ. അപ്പം നമ്മളിതേ ഒഴിച്ചു കൊടുത്ത വെള്ളവും കൂടി തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ കട്ട ചെയ്ത് കുരുകി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് തിളപ്പിച്ച് വെച്ചേക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാവേ. നമ്മളിപ്പോൾ ഇവിടെ 3 ലിറ്റർ അളവിലുള്ള പാലാണ് കേട്ടോ എടുത്തേക്കുന്നത്. നമ്മൾ നല്ലപോലെ തിളപ്പിച്ച് വെച്ചേക്കുന്നതാണ്. നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നല്ലപോലെ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തേക്ക് അട ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അട അത്യാവശ്യം നല്ലോണം വേവിച്ചാണ് നമ്മൾ വെച്ചേക്കുന്നത്. ആ അട നമുക്ക് ഈ പാലിലേക്ക് ചേർത്ത് നല്ലപോലെ തിളപ്പിച്ച് കുറുക്കിയെടുക്കാം കേട്ടോ. പാല് തിളച്ച് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. തിളയ്ക്കുന്ന വരെ നമ്മൾ ജസ്റ്റ് ഇടവിട്ട് ഇളക്കി കൊടുത്താൽ മതിയാവും. നമുക്ക് ഈ അടയും കൂടെ നന്നായിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി നിന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ അട മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് നമുക്ക് നിന്ന് കുറുക്കി നല്ല തിക്കാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാലൊക്കെ നല്ലപോലെ തിളച്ച് കുറുകി നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. നമ്മളിങ്ങനെ കുറച്ചധികം പാൽ ഒഴിച്ചു കൊടുത്ത് അതിനിങ്ങനെ കുറുക്കി എടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു മീഡിയം ആയിട്ടുള്ള മധുരമാണ് കിട്ടുന്നത്. കുറച്ച് നല്ലപോലെ കട്ടി മധുരം വേണമെന്നുള്ളവർ ഈ 3/4 കപ്പ് എന്നുള്ളത് 1 കപ്പായിട്ട് മാറ്റണം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 3/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് മിഠായി മേറ്റിൻ്റെ 200 ഗ്രാമിൻ്റെ ടിന്നാണ് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് സദ്യയൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന അതേപോലെയുള്ളൊരു ടേസ്റ്റിലേക്ക് നമ്മുടെ പാലട പായസം കിട്ടുന്നത് കേട്ടോ. മിൽക്ക് മെയ്ഡാണ് ആ ഒരു ടേസ്റ്റ് അതിനാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാവേ. നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞ് ഇത് തണുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ തിക്നെസ് ഒന്നും കൂടെ
കൂടുതലായിട്ട് വരും. അത് ഇപ്പോൾ ഉള്ളതിലും കുറച്ചും കൂടി തിക്നെസ് കൂടും. അപ്പോൾ നമുക്കിങ്ങനെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്കും നമ്മുടെ പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടൊന്ന് ആറി കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടും. അതായത് ആ അടയിലേക്കൊക്കെ ആ മധുരമൊക്കെ ഒന്ന് പിടിച്ച് ആ ഒരു ടേസ്റ്റ് നല്ലതായിട്ട് കിട്ടാനായിട്ട് ഒന്ന് ചൂടൊക്കെ ഒന്ന് ആറി കഴിഞ്ഞിട്ട് എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലട പായസം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറുതായിട്ടൊരു ലൈറ്റിൻ്റെ പ്രോബ്ലം കാരണം നിങ്ങൾക്ക് പിങ്ക് കളർ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് പിങ്ക് കളറിലുള്ള പാലട നമുക്കിതിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടേ. അപ്പോൾ നമുക്കങ്ങനെ പുതിയൊരു റെസിപ്പിയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ.